ഹായ് 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 ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലത്തെ നല്ല മാങ്ങയാണ്. അമ്മ അമ്പലത്തിൽ പോയി വന്നപ്പോൾ അവിടെ നല്ല നാടൻ മാങ്ങ കിട്ടി. ഞങ്ങളുടെ ഈ ചെറിയ മാങ്ങ ഉണ്ടല്ലോ, നാടൻ മാങ്ങ എന്ന് പറയാം. നിങ്ങളുടെ നാട്ടിൽ ഈ മാങ്ങക്ക് എന്താ പറയാന്ന് പറയുമ്പോൾ, കാരണം നല്ല മധുരമായിരിക്കും, വല്ലാതെ കയമ്പൊന്നും ഉണ്ടാവില്ല. അതിങ്ങനെ വണ്ടി ഇങ്ങനെ ഊമ്പി തിന്നാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. കൊള്ളാം, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ വണ്ടി ഒന്ന് പൊടിയൊക്കെ തട്ടിയിട്ടു. അതുപോലെ തന്നെ നമ്മുടെ പ്രയൂവിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് നിർത്തിയിട്ടുണ്ട്. പക്ഷേ വിഷയം എന്താ വെച്ചാൽ പ്രയൂവിൻ്റെ ബാറ്ററി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തള്ളി സ്റ്റാർട്ടാക്കേണ്ടി വരും. അവിടെ നിർത്തുമ്പോൾ അതിനൊക്കെ സാധ്യമാവുള്ളൂ. ഇവിടെ ആര്യയുണ്ട്, ആര്യ കുപ്പായുടെ നടക്കുകയാണ്. അപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണാൻ സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് അടിക്കാനൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ല നാടൻ മാങ്ങ തിന്നിട്ട് നമുക്ക് ഇറങ്ങാൻ നൈസായിട്ട്. ഇന്ന് വിഷുവിൻ്റെ തലേ ദിവസം, ചിലപ്പോൾ നിങ്ങൾ കാണുന്ന വിഷു കഴിഞ്ഞിട്ടാവില്ലേ, എന്തൊക്കെയായാലും ഹാപ്പി വിഷു. ഇറങ്ങുവാണ്. ഓക്കെ. ഓ, അതുപോലെ തന്നെ കാക്കി ഉണ്ട് കൊടുക്കാൻ. നമുക്ക് കാക്കി നമ്മൾ ഫുള്ള് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഒരാളൊറ്റ ഇവിടെ ഒന്ന് വാങ്ങിയോളണം, നമ്മളുടെ ഇവിടെ അടുത്തുള്ള ഡ്രൈവർ. അല്ലാത്തൊന്നും കൊടുത്തിട്ടില്ല. ഏറെക്കുറെ കൊടുത്തു കഴിഞ്ഞ് 10 8 ഒക്കെ ഉണ്ടാവുള്ളൂ. ബാക്കി കൊടുത്തു. ഇന്ന് കറക്റ്റ് 10 മണിക്കാണ് ഞാൻ അങ്ങാടിയിലേക്ക് എത്തുന്നത് കേട്ടോ. ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല. ഓട്ടോ സ്റ്റാൻഡാണ് ആ കാണുന്നത്. 10 മണിക്കാണ് നമ്മൾ ലൈനിൽ കയറുന്നത്. 10 മണിക്ക് നമുക്ക് ലൈനിൽ കയറിയെന്നും പറയാം. വണ്ടർഫുൾ. അപ്പോൾ 10 മണി തൊട്ട് നമ്മളുടെ ഓട്ടം എങ്ങനെയായിരിക്കും? തേങ്ങമരം ഫസ്റ്റ് ഗ്യാപ്പിലാണ്. ഇപ്പം സമയം എന്ന് പറയുന്നത് 10:47. 10 മണിക്ക് നമ്മൾ ലൈനിൽ കയറി കേട്ടോ. ഒരു കുട്ടികളുള്ള പറയുമ്പോൾ വിഷുവിന്റെ തലേ ദിവസമാണ്. ഞങ്ങൾക്ക് ഇവിടെ സീസൺ എന്നൊക്കെ പറയുന്നത് പെരുന്നാൾ മാത്രമേ ഉള്ളൂ. ഓണം വിഷു ഒന്നും ഞങ്ങൾക്ക് ഇവിടെ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഒന്നും തന്നെ പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇന്നൊരു നാളെ വിഷു ആയതുകൊണ്ട് ഒന്ന് ബുക്കിംഗ് കിട്ടിയാണ്. ബീവറേജ് പോയിട്ട് സാധനമാണ്. ഞാൻ അങ്ങനത്തെ എല്ലാ പണിയും ചെയ്യും കേട്ടോ. നമ്മൾ ഈ ഓട്ടോറിക്ഷക്കാരെന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാ ട്രിപ്പും നമ്മൾ എടുക്കും. അവിടെ പോണ്, നമ്മൾ അത് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കും. അതിന് നമുക്ക് വാടക വാങ്ങും, അങ്ങനെയൊക്കെ. പിന്നെ ഒരുപാട് ആൾക്കാർ ബീവറേജിലേക്ക് ഉണ്ടാക്കും. അതില് അങ്ങനെയൊക്കെയാണത്. ആ കിട്ടിയ ട്രിപ്പ് കറക്റ്റ് ഒരു 1.5 കിലോമീറ്ററിന് 30 രൂപ. അത് കഴിഞ്ഞിങ്ങനെ മടങ്ങി പോവാം. അപ്പൊ നമുക്കൊരു ഫോൺ ട്രിപ്പ് വന്നേക്കണ്. ഒരു 30 രൂപ, 30 40 രൂപയുടെ ഫോൺ ട്രിപ്പ് ആവുക. അത് ഈ ബസ്സുകാരെ ഫ്രണ്ടിൽ പെട്ടാല എന്തൊരു കഷ്ടാണ്. നമ്മളെന്തെങ്കിലും സ്ഥലം ഉണ്ടാക്കി പോവുകയെ, സ്ഥലം വേണ്ട. ഇഷ്കണ്ഠങ്ങള് അങ്ങനെ അടിക്കുക. ഇവിടെ മുന്നിൽ ഇങ്ങനെ ബ്ലോക്കാ. 2 വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണ ഏരിയ 3 കൂടി ജംഗ്ഷനാണ്. അങ്ങനെ അടിക്കും. ഇവര് മാത്രമേ 2 അറ്റം കൂട്ടി മുട്ടിക്കുന്ന ആളുകളാ. അല്ലാത്തവരൊക്കെ വെറുതെ. ചെങ്ങന്മാരെ, നമ്മൾക്കൊരു 90 രൂപയുടെ ട്രിപ്പും കൂടി കിട്ടിയേക്കുവാണ്. അങ്ങനെ നമ്മള് ഫസ്റ്റ് ഒരു 60 രൂപയ്ക്ക് ഓടി, 2 ലോക്കല് 60 70 രൂപയ്ക്ക്. ഇപ്പൊ ഈ 90. അങ്ങനെ ആകുമ്പോൾ നമ്മൾ 160 രൂപയ്ക്കാണ് ഓടിയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലം ഞാൻ നേരത്തെ കൊണ്ട് പറഞ്ഞില്ല, നമ്മൾക്ക് ഒരു ട്രിപ്പാണെന്നൊക്കെ. അപ്പൊ അത് വാണിയമ്പലം കഴിഞ്ഞിട്ടാണ് എന്താ പറയാ ഔട്ട്ലെറ്റ് ഉള്ളത്. വാണിയമ്പലം കഴിഞ്ഞിട്ടാണ് ഔട്ട്ലെറ്റ്. അപ്പൊ ഞാൻ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് പോരുമ്പോൾ വാണിയമ്പലത്തിൽ നിന്ന് നേരെ അത്താണിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അതുള്ളത്, ഔട്ട്ലെറ്റ്. അപ്പൊ ഞാൻ ഇപ്പൊ ഉള്ളത് വാണിയമ്പലത്താണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇനി നേരെ അങ്ങോട്ട് പോകണം, ഔട്ട്ലെറ്റിലേക്ക് പോകണം വാങ്ങിക്കാൻ വേണ്ടിയിട്ടേ. അപ്പൊ എന്താ വെച്ചാല് എനിക്ക് ഇത്തരത്തില് നമ്മൾക്ക് ഒരാള് നമ്മളൊപ്പം ഇല്ലാതെ ആവുമ്പോൾ നമ്മൾക്ക് അടുത്തേക്ക് ട്രിപ്പ് കിട്ടുമ്പോഴൊക്കെ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ ഇനി വാങ്ങിക്കുമ്പോഴേക്ക് ഞങ്ങൾ വാങ്ങുന്ന റേറ്റ്, അതായത് ഞാൻ സാധാരണയായിട്ട് ഞാൻ വാങ്ങിക്കാറ് 150 രൂപയാണ്. അതായത് നമ്മൾ ആളൊന്നും ഇല്ലെങ്കിൽ, ഒരാളും നമ്മളൊപ്പം ഇല്ല, അവർ വിളിച്ചിട്ട് പറയാണ് ഇന്നത് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഗൂഗിൾ പേയിലേക്ക് പൈസ ഇട്ട് തന്നു കഴിഞ്ഞാല് നമ്മളത് വാങ്ങുന്നു, കൊണ്ടു കൊടുക്കുന്നു. നോർമലി ചാർജ് 150 രൂപ നമ്മൾ മേടിക്കും. ഇനി അല്ല, ആള് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവരവിടെ പോയിട്ട് അവർ വാങ്ങിക്കുന്നു, നമ്മുടെ വണ്ടിയിൽ കയറുന്നു, അവരെ തിരിച്ചു കൊണ്ടുവന്ന് വിടുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്നത് 200 രൂപ. ഇനി അതുമല്ല, നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോയി. ഇപ്പൊ ഞാൻ ഈ പൊക്കോണ്ടിരിക്കുന്നത് അവിടെ തിരക്കാണെങ്കിൽ, ക്യൂ ആണെങ്കിൽ, അപ്പൊ നമ്മൾ തിരക്കിനനുസരിച്ച് 10 മിനിറ്റ് ഒക്കെ നമ്മൾ വരിയിൽ നിൽക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വെയിറ്റിംഗ് ചാർജ് കൂട്ടിയിട്ട് നമ്മൾ മേടിക്കും. അതായത് ഇതിൽ ഈ ഒരു വിഷയം ആയതുകൊണ്ടും ഇതിൽ യാതൊരു തരത്തിലും നമ്മൾ ഇളവ് കൊടുക്കാറില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാര്യം. പിന്നെ എന്താ പറയാ, അങ്ങോട്ടേക്ക് പോകാൻ മടിയുള്ള ആളുകള്, അല്ലെങ്കിൽ പോകാൻ സമയമില്ലാത്ത ആളുകള്, പോയി കഴിഞ്ഞാൽ പ്രസ്റ്റേജ് ഇഷ്യൂ വരുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകളുടെയൊക്കെയാണ് നമ്മളിത് കൊണ്ടു കൊടുക്കാറ്. അപ്പൊ നമ്മൾക്ക് അവർ കൃത്യമായ ചാർജ് ഒന്നും കണക്കാക്കി തരുമൊന്നുമില്ല, ഏറെ തരാറാണ് പതിവ്. ഇതന്നെ ഇപ്പൊ ഞാൻ സാധാരണ കൊണ്ടു കൊടുക്കാറുള്ള ആളാണ്. എനിക്ക് 200 രൂപയാണ് തരാറ്.
അത് 2 അപ്പ് ആൻഡ് ഡൗൺ ചാർജാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സുഖമാണ്. അങ്ങനെയെങ്കിൽ അത് വാങ്ങിയിട്ടുണ്ട്. 1400 രൂപയുടെ ഒരു ലിറ്ററാണ് വാങ്ങിയത്. ഇതാണ് നമ്മളുടെ ഔട്ട്ലെറ്റ്. വമ്പൻ തിരക്കാണ് അവിടെ. തിരക്ക് പറഞ്ഞാൽ ഞാൻ ഈ തിരക്കിനുള്ള നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഒന്നും വാങ്ങാൻ വേണ്ടി പറ്റില്ല കേട്ടോ. കാരണം ഇദ്ദേഹം നമുക്ക് 150 ഉള്ളടത്തേക്ക് 200 രൂപ തരും. എനിക്ക് 1500 രൂപ ഗൂഗിൾ പേ ചെയ്തതാണ്. ഞാനിത് സാധാരണ നിങ്ങളോട് പറയലില്ല ഇങ്ങനത്തെ ഈ ഒരു ട്രിപ്പിനെ കുറിച്ച് വന്നു. ഞാനിവിടെ വന്ന് വാങ്ങിച്ച് പോവുകയാണെങ്കിൽ പോലും നിങ്ങൾ അറിയിക്കാതെ ഇങ്ങനെ പറയാതെയാണ് ചെയ്യാറ്. പക്ഷെ ഇന്നത്തെ ദിവസം പറയണം തോന്നി. കഴിഞ്ഞ ദിവസം അതേപോലെ എന്നെ നേരിൽ കണ്ട ഒരാള് എന്നോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴേ ഇത് പറയണം തോന്നി. അതുപോലെ തന്നെ ഈ ഒരു ട്രിപ്പ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ വണ്ടിയിൽ ആളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയാം. പോണ വഴിക്ക് നമുക്ക് ആളുകൾ ഉണ്ടെങ്കിൽ വഴിയിൽ നിന്നും മടക്കം കയറ്റിയിട്ട് കൊണ്ടുപോവാം. ട്രിപ്പ് ഉണ്ടെങ്കിൽ ട്രിപ്പ് കയറ്റിയിട്ട് കൊണ്ടുപോവാം. അത്തരം ഗുണങ്ങളൊക്കെ ഇത്തരം ട്രിപ്പുകളിൽ നമുക്ക് ഒരു സാധനം കൊണ്ടു കൊടുക്കുന്നതിലും ഒരു സാധനം വാങ്ങിച്ചു കൊണ്ടുപോവാ എന്ന് പറയുന്നതിലും നമുക്ക് കിട്ടും. അപ്പൊ ഇതിലും അങ്ങനെ തന്നെയാണ്. പക്ഷെങ്കിൽ ഞാൻ അധികം ചെയ്യാറ് എന്തായാലും ഞങ്ങൾക്ക് ഒരു ദിവസം ഒട്ടുമിക്ക ദിവസവും ഈ ഒരു ഭാഗങ്ങളിലേക്കൊക്കെ ട്രിപ്പ് കിട്ടാൻ സാധ്യത ഉണ്ട്. അപ്പൊ ആ കിട്ടുന്ന നേരത്ത് വാങ്ങിച്ച് കയ്യിൽ വെക്കും. പിന്നെ അവരെ വിളിച്ചിട്ട് കാണുമ്പോൾ കൊടുക്കും. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറ്. അതാണ്. അല്ല ഇതിനായിട്ട് പോരുന്ന ദിവസങ്ങൾ വളരെ കുറവാണ്. അല്ലാന്നാണെങ്കിൽ ഡ്രൈവർമാരോട് പറഞ്ഞിടും ഞാൻ. ഇപ്പൊ നമ്മുടെ ഡ്രൈവർമാരുണ്ടല്ലോ, നമ്മുടെ ഡ്രൈവർമാരോട് അതുവഴി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കാം കേട്ടോ, എനിക്ക് ഇന്നത് വേണമെന്ന് പറഞ്ഞിട്ട് അറിയിക്കും. ഇന്നെന്താ ചങ്ങയന്മാരെ, വെയിലിന് കുറച്ച് ചൂട് കൂടുതലാണ്. സമയം 1:26 വമ്പൻ ചൂടാണ്, വമ്പൻ ചൂടാണ്. നല്ല വിങ്ങലാ. നമ്മൾക്ക് വണ്ടിയിൽ നമ്മളുടെ ഫാൻ ഉണ്ടല്ലോ, ഫാനൊക്കെ ഇട്ടാൽ ചൂട് കാറ്റിങ്ങനെ കിട്ടുമ്പോൾ വണ്ടിയിൽ ഇരിക്കാൻ വേണ്ടി പറ്റില്ല. ഒന്ന് ഫുഡ് ഡിന്നറും ചൂടായിട്ട് തീരെ ഇരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇപ്പൊ തണുത്തു. ഇപ്പൊ അങ്ങനെ കാറ്റ് റണ്ണിങ്ങിലാകുമ്പോൾ കാറ്റ് തട്ടിയിട്ട് തണുത്തു. ഇതാണെങ്കിൽ ചൂടാണ്. വെറുതെ ഇങ്ങനെ സ്റ്റാൻഡിൽ ഫസ്റ്റ് ഗ്യാപ്പ് എത്തോളൊക്കെ ഇരിക്കുമ്പോഴേക്ക് ഒരു അരമണിക്കൂറൊക്കെ ഇരിക്കുമ്പോഴേക്ക് ചൂട്ട് പഴുക്കുവാണ്. അതാണ് വിഷയം. എന്തൊക്കെയായാലും ഒരു 30 ഉറുപ്പിന്റെ ലോക്കൽ പോയി വരികയാണ്. എന്താണ് മുക്കട്ടപ്പായോ? ഉള്ളത്തെ കഴിക്കുക. എന്തതിന്റെ പേര്? ആണോ? ഇതിന്റെ ഗുണങ്ങൾ വല്ലതും ഉണ്ടോ? ആണോ? അങ്ങനെയുള്ളൊരു സാധനമാണ് ഈ ഒരു സാധനം എന്നാണ് ഹരിപ്രിയേട്ടൻ പറയുന്നത്. ഇതിനുള്ളിൽ വൈറ്റ് അല്ലേ? ഇതൊക്കെ ചെറുപ്പത്തിൽ കുറെ കഴിച്ചാണ്. ബ്ലഡ് കൂടാ സാധനം. പിന്നെ അതാണ് അതിന്റെ ഉള്ളിലല്ലേ? വലിച്ചേർന്നോ? എടാ അതന്നെടാ, ഇത് കഴിക്കാം. ഇത് പഴുപ്പ് കയറിയാണ് അല്ലേ? പഴുപ്പ് കയറിയാണ്. കഴിക്കണ്ട, ഇത് മതി. ബ്ലഡ് കുറഞ്ഞവർക്ക് ഏറ്റവും നല്ല സാധനം അത്. നമ്മളിത് ഫാഷൻ ഫ്രൂട്ട് കഴിക്കില്ലേ, അതിന് പകരത്. ഫാഷൻ ഫ്രൂട്ടിന്റെ അതേ കുരുവൊക്കെ ആയിരുന്നില്ലേ? കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്തിട്ടോ. അവർ കൊണ്ടുവന്നു. പിന്നെ ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. വെയിലൊക്കെ പൊട്ടിയ സ്ഥലം. അത് സംഭവം വെച്ചാൽ ഇത് പൈപ്പ് കയറിയിട്ട് കുറച്ച് പുളിയും കൂടിയായി. അല്ലാത്ത പ്രശ്നമൊന്നുമില്ല, ഓക്കെയാണ്. ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ടായി. സമയം 2:20. അതിശക്തമായി തന്നെ തുടരുകയാണ് എൻ്റെ ഓട്ടം. അവിടെ നിന്ന് ആരിലേക്കാൾ വന്നാൽ നമ്മൾക്ക് അവരെ കൊണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ സൈഡിൽ കൂടെ അങ്ങനെ ചെറിയൊരു കാറ്റ് വരുന്നുണ്ട്. ഫാനിട്ട് ഇരിക്കാം. ഒരു ചൂട് കാറ്റേക്കാരം നാട്ടിക്കണ. എന്താ മുന്നിൽ നിന്നപ്പോൾ ഒരു ലോക്കൽ കിട്ടി 30 രൂപയുടെ. അപ്പം നേരെ വീട്ടിക്ക് ഒരു ചെറിയ സാമ്പാറുണ്ട്, അതുപോലെ തന്നെ മത്തി വറുത്തതുണ്ട്. അതും കൂട്ടി കഴിക്കുന്നു. ഒരു 4 മണി 5 മണിയാകുമ്പോൾ പോകാൻ. ഇപ്പോൾ സമയം 2:30. എന്താ അത്രയും സമയം കരുതും. ഭാര്യയ്ക്ക് ഇതുവരെ നമ്മൾ വിഷുവിന് ഡ്രസ്സ് വാങ്ങിയിട്ടില്ല. അത് ആറിട്ട് പോവാം. അങ്ങനെ പോയാലുള്ളൂ ക്യാമറയിൽ എന്തായാലും പാടില്ല. അങ്ങനെ പറഞ്ഞ പോലെ അനുസരിച്ച് നേരം വൈകുകയാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്.
ഞാനെന്താ വെച്ചാൽ എനിക്ക് ഇവിടെ മരമല്ല. ഓ താങ്ക് യു ഉച്ചക്ക് കുറച്ചല്ലേ നല്ല ശീലിട്ടിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമോ? അത് വിയർത്തണല്ലോ. ചൂടല്ലേ ഇപ്പൊ കൊണ്ടുവന്ന മഞ്ഞുള്ള വാർഡും കയറിയിട്ട് അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകും. നിങ്ങള് ട്രിപ്പ് പോന്നാ? ഞാൻ ഇപ്പോൾ വരാം. ഞാൻ കുട്ടികളെ കൊണ്ടുവന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകും. താങ്ക് യു. വീട്ടില് വെക്കുകയാണെങ്കിൽ അത്ര വലിയ ഇതുണ്ടാവില്ലല്ലോ. വീട്ടിലാകുമ്പോഴേ മറ്റേ വണ്ടിന്റെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടാണ്ട് എല്ലോടെയും പാടും. ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമോ? ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതാവോ? അത് നനഞ്ഞ ശീലിട്ടുണ്ട്. മച്ചാതെ അതിങ്ങനെ വെച്ചാൽ മതി. ഓക്കെ ഞാൻ വരാം. ഇത് ക്യാമറയും വേണം, കണിക്കൊന്നിട്ടാലും വേണം തന്നെ ചേട്ടാ. എന്താ ചെയ്യാ ആ കാലായിക്ക. എവിടുക്കാ എന്തിന് പാൻറ്റും കുപ്പായോ? പാൻറ്റും കുപ്പായൊക്കെ കുട്ടികളുടെ അതൊക്കെ വാങ്ങണേ. അപ്പോൾ വിഷുക്കോടി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആര്യക്ക് മാത്രം എടുക്കുന്നുള്ളൂ, ഞാൻ പിന്നെ എനിക്ക് എടുക്കാറില്ല. അതൊന്ന് രണ്ടാമത്തെ എടുക്കുന്നില്ല. അങ്ങനെ സ്റ്റാൻഡിനകത്താണുള്ളത്. ഇവിടെ ആകുമ്പോൾ ഒരു കുടക്കുയിൽ എല്ലാം കിട്ടും. അതായത് ഇവർക്ക് ഫാൻസി ഐറ്റംസൊക്കെ വേണ്ടി വരും. അപ്പോൾ കുറച്ച് നേരം വരെ കൂടിയാണ്. വാ അതിൽ അങ്ങോട്ട് റേഷൻ കടയില്ല അരി വാങ്ങാൻ, റേഷൻ വാങ്ങാൻ. സ്കാനറൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്, അതൊക്കെ വാങ്ങി കൊണ്ട് വെച്ചിക്കണം. ഇനി വരെ കൊണ്ടൊരു ചായ കൊണ്ട് കുടിച്ചിട്ട് പോവാം. അങ്ങനെയെങ്കിൽ ഡ്രസ്സ് എടുത്ത് അരി വാങ്ങി. ഇനി അടുത്തതായിട്ട് നമുക്ക് കിട്ടേണ്ടത് ആര്യക്ക് വേണ്ടിയിട്ട് എന്താ പറയാ, കുറച്ച് പൂത്തിരിയൊക്കെ പൂത്തിരി അങ്ങനെയുള്ള ഐറ്റംസ് എന്തെങ്കിലുമൊക്കെയാണ് കിട്ടേണ്ടത്. അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങാടിയിൽ നിന്ന് വിടാം. ചായ കുടിക്കണം. അതിനിവിടെ വണ്ടൂര് നമ്മുടെ ഒരു സ്ഥലത്ത് മാത്രമേ ഇതിന്റെ കച്ചവടം ഉള്ളൂ. അല്ലാന്നാണെങ്കിൽ പിന്നെ അതിന്റെ മെയിനായിട്ട് പടക്കത്തിന്റെ കച്ചവടം ഉള്ളത് ഒന്ന് നടുവത്തും പിന്നെ ഒന്ന് വാണിയമ്പലത്തുമാണ്. ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് ഞാൻ നോക്കട്ടെ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ ഇവിടെ ഉണ്ടോ ഇല്ലെന്നുള്ളത്. തിരക്കേ കയറാം. ഇപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ ഫുൾ ടൈം തിരക്ക് തന്നെ കയറാം. നൈസായിട്ട് ഇവർക്ക് ഇട്ടാൽ എടുക്കാൻ വേണ്ടി കയ്യാവും. പൂത്തിരി ഉണ്ട് പറയാം, 10 പാക്കറ്റ് പൂത്തിരി വാങ്ങിയാണ്. പൂത്തിരി കത്തിച്ച് തന്നെ അതിന് എത്രയാണാവും? ഞാൻ അതിനൊന്നും വില വെച്ചില്ല, അനാവശ്യമായിട്ടുള്ള സാധനം വില വെച്ചിട്ട്. ഇതിന് എത്ര രൂപേന്റെ പടക്കം കഴിച്ചിട്ട് കവറാണ്ട് ചെറുതല്ലേ? 400 റുപ്യാണ്. 400 റുപ്യനെ വാങ്ങിയിട്ടുള്ളൂ. സാധാരണ ആ അയലോക്കത്തെ കുട്ടികളെ വിളിക്കാനുണ്ടോ? കാക്കാന്റെ അവിടെ കുറെ കുട്ടികളുണ്ടോ? മറ്റൊരില്ല. അപ്പൊ ഞാൻ ഓരേം കൂടി കണ്ടിട്ടാണ് ഞാൻ പൂത്തിരി കുറെ വാങ്ങി. ഏതായാലും കുഴപ്പമില്ല. ഇനിയിപ്പോ നമ്മൾ ചായ കുടിക്കാം, എന്നിട്ട് വീട്ടിൽ പോവാ. രാത്രിയിലൊക്കെ നമ്മൾക്ക് ഇതേമാതിരി ടിക്കറ്റ് തന്നെയാണ്. ഞാൻ പോവാട്ടോ. ഇനി പടക്കം പൊട്ടിച്ചാൻ വരാട്ടോ. ഒരു ചായയൊക്കെ കുടിച്ചവരെയും കൊണ്ട് ഇനി ഞാൻ അങ്ങാടിക്ക് പോവാണ്. ഇനിയാണ് നമ്മളുടെ ഓട്ടം ആരംഭിക്കുന്നത്. സമയം എത്രയേറെ 6 മണി. ഇനിയിപ്പം എങ്ങനെ പോയാലും നമ്മൾക്ക് ഒരു 8 മണിൻ്റെ ഉള്ളിൽ ഹോൾട്ടിങ് തിളക്കേണ്ടി വരും. അതൊക്കെയാണ്. വിഷുവൊക്കെയല്ലേ നാളെയാണ് കേട്ടോ വിഷു. നിങ്ങൾ അപ്പോൾ വിഷുവിൻ്റെ അന്നോ അല്ലെങ്കിൽ വിഷു കഴിഞ്ഞിട്ടൊക്കെ ആവും വീഡിയോ കാണുന്നത്. എനിക്ക് ഇത് വിഷുവിൻ്റെ തലേദിവസം ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്, മറക്കരുത്. ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകാൻ ആര്യൻ്റെ ഒപ്പം കുറച്ചു നേരം നിൽക്കണം. 7:45. അപ്പോൾ ഓൾക്ക് ആ ഒരു പൂവും പൂത്തിരി ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അവൾക്കൊന്ന് ചെറുതായിട്ട് ഓളൊന്ന് സന്തോഷിച്ചിട്ട് പിന്നെ നമ്മളുടെ ചെക്കന്മാർ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങി. അതപ്പോൾ പിന്നീട് ഞാൻ നേരെ ഓർത്ത് പോയോട്ടെ. ഉള്ളൂ കുറച്ച് സാധനം കൂടി വാങ്ങാണ്ട്, അപ്പോൾ അതുകൊണ്ട് വാങ്ങിയിട്ട് പോയാലും ഉഷാറായി. തെങ്ങന്മാരെ ഈ കാണുന്ന ലൈറ്റും ഇതൊക്കെ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ പാലത്തിങ്ങയാണ്, എൻ്റെ ഓട്ടോ പരിപാടിയൊക്കെ നിർത്തിയിട്ട്. അപ്പോൾ നമ്മൾ ഞങ്ങളുടെ ചെക്കന്മാരെ ഒരു പരിപാടി ഉണ്ട്, പടക്കമാണ് ഇതാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കട്ട പരിപാടികളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കട്ട എന്ന് പറഞ്ഞാൽ പിരിവ് കാര്യങ്ങളൊക്കെ. ആളും 200 വെച്ചാണ് ഞങ്ങൾ പിരിക്കാറ്. ഞങ്ങളൊരു 20-25 ചെക്കന്മാരുണ്ടാവും. അപ്പോഴേക്കൊരു ലെവല് ഫണ്ട് ഇതിൽ വരും. അത് വെച്ചിട്ടാണ് ഞങ്ങൾ പടക്കം പൊട്ടിക്കുക, പടക്കം വാങ്ങിക്കുക, എന്നിട്ട് അത് പൊട്ടിക്കും. അത് ചിലപ്പോൾ ഒരാളെ കജ്ജിൽ തന്നെ ചിലപ്പോൾ ഒരു 100 ഒരുമിച്ച് പൊട്ടാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയായാലും ഇന്നത്തെ രാത്രി ഞാനിപ്പോൾ പോകുന്നത് പലചരക്ക് സാധനങ്ങൾ ചിന്നു പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ ആ സാധനങ്ങൾ വാങ്ങിക്കുക, നേരെ വീട്ടിൽ പോവാ, ആയിരം സന്തോഷിപ്പിക്കുക. അവിടെ നമ്മൾ പടക്കം പൊടിച്ചിട്ടില്ല ഈ നേരം വരെ. ഇപ്പൊ സമയം 9 മണിക്ക് 5 മിനിറ്റ് ആണ്. അപ്പൊ ഇത് വാങ്ങിയിട്ട് നേരെ അങ്ങോട്ട് പോവാ, എന്നിട്ട് പടക്കം പൊട്ടിക്കുക. അവിടത്തെ പൊട്ടിക്കുക, വീട്ടിലത്തെ പൊട്ടിക്കുക. എന്നിട്ട് കുറച്ചു നേരമൊക്കെ ഒന്ന് കിടന്നുറങ്ങുക. ഒരു 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ ഇവിടേക്ക് പാലത്തിനൊക്കെ തന്നെ ഇറങ്ങണം. നമ്മള് സാധനമൊക്കെ വാങ്ങി പോന്നു. പക്ഷെങ്കിൽ ഇപ്പോഴും നമ്മുടെ കണക്ക് ഒരാൾ തന്നു, ഒരാൾ തന്നില്ല. ഇത് പടക്കം വാങ്ങാൻ പോണ ടീമാണ്. ഓക്കെ, വാങ്ങിട്ട് വരീട്ടാ. ചിലക്ക പോടാ. മക്കളിവിടെ പൊട്ടിക്കുന്നുണ്ട് ഉഷാറായിട്ട്. നമ്മുടെ മക്കളാണ്. നമ്മുടെ പാലത്തിങ്ങ നമ്മള് മുമ്പ് ഈ പാലത്തിങ്ങല് ഇറങ്ങാൻ വേണ്ടിയുള്ള പെർമിഷന് എന്റെയൊക്കെ കുട്ടിക്കാലം വെച്ച് പറയുവാണെങ്കിൽ എന്റെയൊക്കെ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ആ റേഞ്ചിലൊക്കെ നമുക്കിവിടെ ഇരിക്കാനും ഇവിടെ വന്ന് പടക്കം പൊട്ടിക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ പോലും അതിന് നമുക്ക് അനുവാദം ഇല്ലായിരുന്നു. നമ്മുടെ ഏട്ടന്മാരെ സ്ഥാനത്ത് വെച്ച് നോക്കുമ്പോൾ ഏട്ടന്മാര് നമ്മൾ അനുവദിക്കില്ല. പക്ഷെങ്കിൽ ഇന്ന് അന്ന് അനുവദിക്കാത്ത ഏട്ടന്മാരും ഞങ്ങളൊക്കെ ഒരേപോലെ തന്നെ ഇവിടെ കഴിയുന്നത് ഒരു പ്രശ്നമല്ല. അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്, എല്ലാത്തിനും സപ്പോർട്ടാണ്. പക്ഷെ ഞങ്ങള് അവരെ പോലെ ഞങ്ങൾ അനുഭവിച്ചത് ഞങ്ങളുടെ മക്കള്, നമ്മുടെ താഴെയുള്ള മക്കള് അനുഭവിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെല്ലാവർക്കും എല്ലാ ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. ഇത് എവിടുക്ക പോയതപ്പോ? ഓന്റെ മക്കളെ പൊടിച്ച് ഓരോ പടക്കം പൊടിച്ച് വേണം കേട്ടോ. ലൈറ്റ് അല്ല, തീപ്പെട്ടി ഉള്ളു കേട്ടോ. ആ എന്താണ് ഇതൊക്കെ? എന്താ സാധനം? പൂവോ? ഏയ് സച്ചാണ്. എല്ലാവർക്കും ഹാപ്പി വിഷു, ഹാപ്പി വിഷു. അതെ, അതില്ല, അത് കഴിഞ്ഞു. അതാണ് ഇപ്പൊ ഞാൻ നിങ്ങളെല്ലാരും പടക്കം പൊടിച്ച് നിങ്ങളൊക്കെ ആൺകുട്ടികളൊക്കെ പടക്കം പൊടി. എന്റെ കൈ പൊള്ളിയോ? നിച്ചുവിന്റെ കൈ പൊള്ളിയോ? ആ ശ്രീമോനൊക്കെ ഉണ്ട് അവിടെ. എന്റെ മോനെ അടിപൊളിയാക്കണം നമുക്ക് പരിപാടി. ഓക്കെ ഓക്കെ അല്ലേ? ആദ്യം നമുക്കൊരു പരിപാടി കേട്ടോ. ഇങ്ങോട്ടൊക്കെ അതിനാ പൂത്തിരുതാ. ഹാപ്പി വിഷു, ഹാപ്പി വിഷു അല്ലേ? പോട്ടെ, അവിടെ പോട്ടെ, ഇറങ്ങി ചെല്ല് ചെല്ല്. അവിടെ ഇറങ്ങി പോട്ടെ. എന്താണ് മടിച്ചു നിൽക്കേ ചെയ്യരുത്. എടാ അങ്ങോട്ട് എറിയിട്ടോ, റോട്ടിൽ കയറി വണ്ടിമ്മക്ക് വരാനേ പാടില്ല. പടക്കം കുറച്ചുകൂടി വാങ്ങിയാൽ മതി. ഇതിലൊക്കെ എല്ലാരും പാടെ ഞാൻ കരുതിയില്ല. ആ കോളേജിൽ എറിയണ്ട. അത് കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞോ? ചവിട്ടാത്ത ആ അരുവിലൊക്കെ, ആ ചാക്കിന്റെ അടുത്തേ അരുവില് കേട്ടോ. ഇത് കഴിഞ്ഞപ്പോ ഇവിടുത്തെ പടക്കം ഫുള്ള് കഴിഞ്ഞോ? ആ ഫുള്ള് കത്തിച്ചല്ലേ? ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോവാ. എത്ര കത്തിയേ? 3 പൂ ഒരുമിച്ചോ? നല്ല ആൾക്കാരെ കേട്ടോ. തൊടല്ലോ, തൊടല്ലേ. പൊള്ളു പൊള്ളു. വണ്ടി സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. മലയാളിച്ചാണ് അല്ലേ? ഏതിലൊക്കെ ഒന്ന്. ആ ചക്ര ആരെയാ കണ്ടോ? തട്ട് 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 തട്ട്. ഒക്കെ പന്തളിക്കാരല്ലേ, ഓരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓരെ തട്ട് വലിയ തട്ടേക്കാരോ. സൂര്യക്കൊന്നും വേണ്ട, സൂര്യക്കാകെ പേടിച്ചിട്ടാണ്.
സൂര്യ കണ്ടോ ആണ്ടോളി മേശപ്പൂടെ ഓ ഈ മക്കളാണ് ഇതൊക്കെ പൊട്ടിക്കണട്ടോ, മക്കളെ പൊട്ടിക്കലാണിത്. അങ്ങനെയെങ്കിൽ വീട്ടിലത്തെ ചെറിയൊരു പരിപാടി അവസാനിച്ചു. ഞാൻ അത്രയൊക്കെ തന്നെ വാങ്ങലുള്ളൂ. പിന്നെ ഇപ്രാവശ്യം മക്കൾ കുറച്ച് കൂടുതലായിട്ട് വന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ അനുസരിച്ചുള്ള സാധനം ഉള്ളായിരുന്നു. പിന്നെ ചെക്കന്മാർ പോയി വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. പക്ഷെ അത് പുലർച്ചെ ആയിരിക്കും, 1 മണി 2 മണി ആ റേഞ്ചിലായിരിക്കും അത് തുടങ്ങുക. അപ്പം ഞാൻ ഓക്കെ ആണെങ്കിൽ ഈ വീഡിയോ വിളിച്ച് വൈൻഡപ്പ് അല്ല. ഓക്കെ ആണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നേരം വൈകി, ഞാൻ ഉറക്ക് ഉണ്ട്, ക്യാമ്പിങ് കഴിഞ്ഞ് വന്നല്ലേ. അപ്പോൾ അതിൻ്റെതായുള്ള നമുക്കന്ന് സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് അതിൻ്റെതായുള്ള ഉറക്കി നിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ നീച്ച് അവരുടെ അടുത്തേക്ക് എത്തുവാണെങ്കിൽ ആ വീഡിയോ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഇല്ല ഞാൻ എത്തുന്നില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത എല്ലാം നാളെ വരാം.